ഞങ്ങൾ നീതിക്ക് വേണ്ടി ഇപ്പോൾ വർഷങ്ങളായിട്ട് അലയാണ്. അപ്പം ഈ ഒരു സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള നീതിയും കിട്ടൂല എന്നുള്ള ഉറപ്പായി. പിന്നെ UDF എന്തായാലും നമുക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം UDF ഭരണത്തിൽ വന്നാൽ എന്തായാലും നമ്മളെ കാര്യം പരിഗണിക്കും എന്നുള്ള നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാര്യം ഒന്ന് പറയാമെന്നുള്ളതുമാണ്. പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ അത്രയും ആദ്യം തന്നെ ഞങ്ങൾ കാണാൻ പോയ കുന്നമംഗലം MLA PT റഹീം ആണ്. ആ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം നമ്മളോട് ഒരു പരിഗണന ഇല്ലാത്ത നമ്മളോടൊരു ഇത്രയും വേദന അനുഭവിച്ച ഒരാൾ വന്നിട്ട് പറയുമ്പോഴുള്ള ആ ഒരു പരിഗണനയിലല്ല. ആരാണ് ഇതിപ്പോൾ ആരോഗ്യമന്ത്രിയാണോ കത്രിക വെച്ചത്, ഇതിനിപ്പോൾ ഒരു പരിഹാരം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി, പിന്നെ ഫയൽ എവിടെ എത്തി എന്നുള്ളത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു അവഗണിച്ച രൂപത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. നമുക്ക് പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത് പോലും. പക്ഷേ സമരത്തിലിറങ്ങി നമ്മൾ ഇത്രയും 110 ദിവസത്തോളം സമരത്തിലിരുന്നു. നമുക്ക് നീതിക്ക് വേണ്ടി. അവിടെ ഒരു രാഷ്ട്രീയം ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോലും നമ്മൾ രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീതി നിഷേധിച്ച് നമ്മളെ സ്ഥലം MLA ഇത്രയും ഈ ഒരു മണ്ഡലത്തിലെ സാധാരണക്കാരിയായ നമുക്ക് പോലും ഒരു തരത്തിലൊരു നീതി വാങ്ങിത്തരാൻ കഴിയാത്ത ഒരാൾ വീണ്ടും ജനപ്രതിനിധിയായി വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം കൂടെ ഉണ്ട് നമുക്ക്. നമ്മളെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും കട്ട സപ്പോർട്ടായിട്ട് നിന്ന ദിനേശ് പെരുമണ്ണ, അദ്ദേഹത്തിനെ കുന്നമംഗലത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം അത്രയും ജനകീയനായിട്ട് ഞങ്ങളോട് ആത്മാർത്ഥതയോടുകൂടി നിന്നാണ്. ഞങ്ങളത് മാത്രമല്ല, ഓരോ ജനകീയ വിഷയങ്ങളും അദ്ദേഹം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അത്രയും. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രചരണ രംഗത്തൊക്കെ ഉണ്ടാവും ഈ ആരോഗ്യാവസ്ഥ? തീർച്ചയായും അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണത്തിൽ ഞങ്ങൾ ഇറങ്ങുമെന്നുള്ള ഉറപ്പാണ്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട്, ഇവിടെ രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഇവിടെ ഒരു രാഷ്ട്രീയത്തിന് പേരിലല്ല, അദ്ദേഹം ഞങ്ങളെ കൂടെ ഒരു 4 വർഷം ഒരു ജനകീയ സമരത്തിൻ്റെ കൂടെ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധ മനുഷ്യന്മാർക്കൊന്നും കഴിയില്ല എന്നുള്ളത്. ഞങ്ങൾ ഈ ഒരു സമരം തന്നെ ഈ ജനകീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനൊക്കെ മുഴുവൻ കാരണം അദ്ദേഹം തന്നെയാണ്. അത്രയും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ആരോഗ്യവകുപ്പ് ഒരിക്കലും നമുക്ക് നീതി തരൂല എന്നുള്ള ഒരു ഉറപ്പിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിധത്തിലാണെങ്കിൽ നമ്മളെ ഈ ഒരു അവസ്ഥ പരിഗണിച്ചപ്പോഴേക്കും നമുക്ക് നീതി കിട്ടേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇനിയെങ്കിലും നീതി കിട്ടണം എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പാണ്. ഈ സർക്കാർ നീതി കിട്ടിയില്ല. അപ്പോൾ സർക്കാർ മാറാൻ UDF വരണമെങ്കിൽ അത് UDFന് വേണ്ടി പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ടാവും മൊത്തത്തിൽ. തീർച്ചയായും നമ്മൾ ഇതുവരെ ഒരു രാഷ്ട്രീയവും ഇല്ല. നമ്മളെ വേദനയാണ് നമ്മളെ രാഷ്ട്രീയം. നമുക്ക് നീതി കിട്ടുന്നത് നമ്മളെ കൂടെ നിൽക്കാൻ അവരെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഈ ഇത്രയും കാലം കൊണ്ട് 4 വർഷമായല്ലോ നീതിക്ക് വേണ്ടി ഒരു തെരുവിൽ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥ. കാരണം ആരോ ചെയ്ത ഒരു അശ്രദ്ധക്കാണ് നമ്മൾ ഇത്രയും വേദന. ഇപ്പോഴും മെനയാന്ന് പോലും ഞാൻ വേദനക്കുള്ള ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അത്രയും വേദന സഹിച്ച ഒരാൾക്ക് ഇത്രയും കാലം കൊണ്ട് ഒരു തരത്തിലുള്ള നീതി നൽകാൻ കഴിയാത്ത ഒരു സർക്കാരിനെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ അത്രയും മനസ്സുകൊണ്ട് മടുത്തുപോയി. അപ്പം ഇനി എന്തായാലും ഭരണം മാറണം എന്നുള്ളത് തന്നെയാണ്. ഇനി വരുന്നതിൽ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം, കാരണം ആരോഗ്യപരമായിട്ട് വളരെ പ്രയാസം ഇപ്പോഴും ഉണ്ട്, കഴിയുന്ന വിധത്തിൽ നമ്മൾ ഇറങ്ങുന്നുള്ളത് തന്നെയാണ്.